ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. അടുത്ത ISL സീസണിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും അതുപോലെ തന്നെ മറ്റുള്ള ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരും ഉള്ളത്. ക്ലബ്ബുകൾ എല്ലാവരും അവരുടെ ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ്. എന്നാൽ അടുത്ത സീസണിൽ ISL ഉണ്ടാകുമോ അതല്ലെങ്കിൽ നടക്കുമോ എന്ന കാര്യം തന്നെ ഇപ്പോൾ സംശയത്തിലാണ്. അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തു വിട്ടിട്ടുള്ളത്. ആ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് വിശദമായി കൊണ്ട് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും അതുപോലെ തന്നെ ISLന്റെ നടത്തിപ്പുകാരായ FSDLും തമ്മിലുള്ള കോൺട്രാക്ട് പുതുക്കുന്നത് വൈകുകയാണ്. അതുകൊണ്ടാണ് ISLന്റെ ഭാവിയുടെ കാര്യത്തിൽ ഇപ്പോൾ ആശങ്കകൾ നിലനിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇരുവരും തമ്മിലുള്ള മാസ്റ്റർ റൈറ്റ്സ് കരാർ അഥവാ MRA ഈ വർഷം ഡിസംബർ മാസത്തോടു കൂടി അവസാനിക്കുകയാണ്. അത് പുതുക്കാൻ കഴിഞ്ഞിട്ടില്ല. അക്കാര്യത്തിൽ വ്യക്തത വരാതെ അടുത്ത സീസണിലെ ISLന്റെ കാര്യത്തിൽ ഉറപ്പ് നൽകാനാവില്ല എന്ന് FSDL അഥവാ ISLന്റെ നടത്തിപ്പുകാർ ക്ലബ്ബുകളെ അറിയിച്ചിട്ടുണ്ട്. FSDL 2010 15 വർഷത്തേക്കുള്ള ഒരു കരാറിലായിരുന്നു ഒപ്പുവെച്ചിരുന്നത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് വർഷം 50 കോടി രൂപ അതല്ലെങ്കിൽ വരുമാനത്തിന്റെ 20% ഇതിൽ ഏതാണ് കൂടുതൽ അത് നൽകണം എന്നായിരുന്നു നിബന്ധന. പുതിയ കരാറിന്റെ കാര്യത്തിൽ യാതൊരുവിധ ധാരണകളിലും എത്തിയിട്ടില്ല. കൂടാതെ മറ്റു പല സങ്കീർണതകളും അതിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കപ്പെടാതെ FSDL കോൺട്രാക്ട് പുതുക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ISLന്റെ ഭാവി തുലാസിലായിട്ടുള്ളത്. ഇത്രയും വിവരങ്ങളാണ് മാർക്കസ് മർഗുലാവോയുടെ ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിട്ടുള്ളത്. ഈ കോൺട്രാക്ട് പുതുക്കിയാൽ മാത്രമാണ് അടുത്ത സീസണിൽ ISL സംഭവിക്കുക. അതല്ല എങ്കിൽ അടുത്ത സീസണിൽ ISL ഉണ്ടാവില്ല. ഏതായാലും ഇത് എല്ലാം പരിഹരിക്കപ്പെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് കോൺട്രാക്ട് പുതുക്കേണ്ടത് ഇന്ത്യൻ ഫുട്ബോളിന്റെ കൂടി ആവശ്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.